നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു യോഗമാണ് ലക്ഷ്മി നാരായണ യോഗം. ഇത് പല വിധത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ഫെബ്രുവരി 27 ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നപ്പോൾ കുംഭം രാശിയിൽ നിന്ന് ബുധൻ ഈ ദിനത്തിൽ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. കൂടാതെ ശുക്രൻ മീനം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും ചേരുമ്പോൾ അത് ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി നാരായണ യോഗമായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഏറ്റവും മികച്ച ശുഭകരമായ ഒരു യോഗം തന്നെയാണ് ലക്ഷ്മി നാരായണ യോഗം. സമ്പത്ത്, സമൃദ്ധി, ബുദ്ധി എന്നിവ ഈ യോഗത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് രാജകീയ പ്രഭാവത്തോടു കൂടി ജീവിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും അന്തസ്സ് നിലനിർത്തി അല്ലെങ്കിൽ ഒന്നുകൂടി സമൂഹത്തിൽ മാന്യന അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശസ്തി, അംഗീകാരം ഇതൊക്കെ വർദ്ധിക്കുന്നതിനും ഈ യോഗം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അപാരമായ ഒരു സമ്പത്ത്, സന്തോഷം, സമൃദ്ധി ഇതൊക്കെയും ഫെബ്രുവരി 27 കൂടി ചില നക്ഷത്രക്കാരിലേക്ക് വന്നെത്തുകയാണ് ലക്ഷ്മി നാരായണ യോഗം നിമിത്തം. അപ്പോൾ ആ ഭാഗ്യശാലികളായ രാശിക്കാർ, അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ രാശി വൃശ്ചികം രാശിയാണ്. അപ്പോൾ വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു സാമ്പത്തിക മാറ്റം വളരെ വലിയ തോതിൽ തന്നെ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വളരെയധികം കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി 27 കൂടി തുടങ്ങുന്നത്. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ജോലിയിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം, നേട്ടം, അംഗീകാരം എന്നിവയും ലക്ഷ്മി നാരായണ യോഗം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. സമൂഹത്തിൽ നിങ്ങൾക്ക് ഉയർന്ന പദവികൾ, അതായത് ഉയർന്ന മാന്യതയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം കൂടി ലക്ഷ്മി നാരായണ യോഗം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. നേട്ടങ്ങൾ നിങ്ങൾക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായി മാറും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ പെട്ടെന്നുണ്ടാകുന്ന ഭാഗ്യക്കുതിപ്പിൽ അത്ഭുതം തോന്നുമെന്ന്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രത്തോളം ഭാഗ്യം നിങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ഈ ഒരു വളർച്ചയുണ്ട് ഉണ്ടായോ എന്ന് ചിന്ത തോന്നുന്നു എന്ന തരത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ആ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ അത്ഭുതാവഹമായ ഒരു മാറ്റമാണ്. അതായത് ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ ഒരു മോചനവും ഇനി എനിക്ക് ഉണ്ടാകുകയില്ല എന്നൊരു ചിന്തയിലേക്ക് നിങ്ങളുടെ മനസ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇനി എനിക്കൊരു മാറ്റവും ഇല്ല, ഇങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് ഒടുങ്ങാം എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ടു കഴിഞ്ഞു. കാരണം അത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു. ആ അനുഭവങ്ങളാണ് ഇനി ഇവിടെ തിരുത്തി കുറിക്കാൻ പോകുന്നത്. ലക്ഷ്മി നാരായണ യോഗമാണ് വരുന്നത്. കുറിച്ചിട്ടുകൊള്ളൂ. ഫെബ്രുവരി 27 കൂടി കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും പദം പറഞ്ഞ് നിങ്ങളെ ഹസിച്ച് നിങ്ങളുടെ കണ്ണീര് കണ്ടവരും അത് കണ്ട് കൈകൊട്ടി ചിരിച്ചവരും നിങ്ങളുടെ ഈ അത്ഭുതാവഹമായ നേട്ടം കണ്ട് അത്ഭുതം കൂറുന്ന രീതിയിലുള്ള മാറ്റത്തിലേക്കാണ് ഫെബ്രുവരി 27 കൂടി ലക്ഷ്മി നാരായണ യോഗം നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. രണ്ടാമത്തെ രാശി മിഥുനം രാശിയാണ്. മകേരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പൂർണ്ണ നക്ഷത്രത്തിൻ്റെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നേട്ടത്തിൻ്റെ സമയമാണ്. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഈ ഒരു സമയം, അതായത് ഫെബ്രുവരി 27 കൂടി ലക്ഷ്മി നാരായണ യോഗം നിമിത്തം നിങ്ങൾക്കുണ്ടാകും. വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ഏത് മാർഗത്തിലൂടെയാണോ നിങ്ങൾ വരുമാനം കണ്ടെത്തുന്നത് ആ വരുമാനം ഇരട്ടിയാകുന്നതായിരിക്കും. കൂടാതെ പണം കുന്നുകൂടുന്നു എന്നൊരവസ്ഥ അതാണ് വരാൻ പോകുന്നത്. ഫെബ്രുവരി 27 കൂടി ലക്ഷ്മി നാരായണ യോഗം നിമിത്തം ഈ നക്ഷത്രക്കാരിലേക്ക് എത്തുന്നത്. ഉത്തരവാദിത്വങ്ങൾ അല്പം കൂടുന്ന ഒരു സമയമാണ്. അത് കൃത്യമായി ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയൊക്കെയും ഭഗവാൻ നോക്കിക്കൊള്ളുന്നതാണ്. ഉയർച്ച, നേട്ടം, സാമ്പത്തികമായി ഉന്നതിയാണ് ഫെബ്രുവരി 27 കൂടി നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയ സാഫല്യം, അത് വിവാഹത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കൂടി ഫെബ്രുവരി 27 ആകുകയാണ്. വിവാഹത്തിലേക്കൊക്കെ എത്തുന്ന, അതായത് വിവാഹം വൈകി വിഷമിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി ഒരു സന്തോഷ വാർത്തയാണ് പറയുന്നത്. വിഷമിക്കേണ്ട ആവശ്യമൊന്നും കാണുന്നില്ല.
അല്പം കാത്തിരുന്നത് ഉത്തമമായ അല്ലെങ്കിൽ ഉത്തമനായ ഒരു ഇണയെ കിട്ടാനാണ് എന്ന ഒരു സന്തോഷം നിങ്ങൾക്കിനി ചിന്തിച്ചുകൊള്ളൂ. അതായത് നമ്മൾ അല്പം നേരം വിഷമിച്ചു, അല്ലെങ്കിൽ സ്ത്രീ ഒരു പുരുഷനെ നല്ലൊരു പങ്കാളിയെ ലഭിക്കുന്നില്ല, സ്ത്രീക്കാണെങ്കിൽ പുരുഷനെ കിട്ടുന്നില്ല, പുരുഷനാണെങ്കിൽ സ്ത്രീ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു നല്ലത് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്രയും നാൾ നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്നതോർത്ത് നിങ്ങൾക്ക് അഭിമാനം കൊള്ളാവുന്ന തരത്തിലുള്ള മാറ്റമാണ് ഫെബ്രുവരി 27 ലക്ഷ്മി നാരായണ യോഗം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത്. കന്നിയാണ് അടുത്ത രാശി. ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം വരെ നക്ഷത്രക്കാർക്ക്, 3 നക്ഷത്രക്കാർക്ക് ഗ്രഹസംയോജനം വളരെയധികം അഭിവൃദ്ധിയാണ് കൊണ്ടുതരുന്നത്. കൂടാതെ ജോലിയിൽ ശമ്പള വർധനവ് സാധ്യത കാണുന്നുണ്ട്. കരിയറിൽ വളർച്ച നിങ്ങളെ വളരെയധികം ഉയരത്തിലേക്ക് എത്തിക്കുന്നതാണ്. സമൂഹത്തിൽ വ്യക്തിത്വവും മാന്യതയും അംഗീകാരവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി 27 തുടങ്ങുന്നത്. അനുകൂലമായ മാറ്റങ്ങളൊക്കെയും കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും ആദ്യം തുടങ്ങാൻ പോകുന്നത്. കുടുംബത്തിൽ ആകെ ഒരു കെട്ടുറപ്പില്ലാത്ത അവസ്ഥയുണ്ട്. അതായത് സാമ്പത്തികമായി വളരെയധികം ഒരു ബുദ്ധിമുട്ടിലോട്ടൊക്കെ പോയതിനാൽ തന്നെ പരസ്പരം പഴി പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഓരോ കുറ്റങ്ങൾ ഓരോ ആളുകളുടെ തലയിലേക്ക് ചുമത്തുന്നത്. നീ ചെയ്തതാ, അല്ലെങ്കിൽ നീ ചെയ്തതാ, നീ അതങ്ങനെ ചെയ്തുകൊണ്ടാ ഇങ്ങനെ ആയെന്നൊക്കെയുള്ള ചില കുറ്റം പറച്ചിലുകളുണ്ട്. അതൊക്കെയും മാറി നേട്ടത്തിൻ്റെ സമയമാണ് തുടങ്ങാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാം ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കാൻ പോവുകയാണ് ഫെബ്രുവരി 27 കുടുംബത്തിൽ ഒരു മംഗളകർമ്മം ഉടൻ തന്നെ നടക്കാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ സിദ്ധിക്കുന്നതാണ്. അടുത്ത തുലാം രാശിയാണ്. ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടം ഫെബ്രുവരി 27 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി പെട്ടെന്നൊരു വളർച്ചയാണ് നിങ്ങൾക്കിനി ഉണ്ടാകാനായി പോകുന്നത്. ഒരുപാട് വിഷമിച്ചു, 5 പൈസ കയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥ വരെ ഉണ്ടായി കഴിഞ്ഞു. അത് നിങ്ങൾ കുറിച്ചിട്ടോളൂ. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 27 ലക്ഷ്മി നാരായണ യോഗമാണ് വരാൻ പോകുന്നത്. പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുകയാണ്. നിങ്ങൾ തേടി പോകേണ്ട കാര്യമില്ല, നിങ്ങളെ തേടിയെത്തുന്നതാണ്. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ദമ്പതികൾക്കിടയിൽ അല്പം അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും മാറി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എത്താൻ പോവുകയാണ്. ഇവിടെ ലക്ഷ്മി നാരായണ യോഗമാണ് വരാൻ പോകുന്നത്. ഫെബ്രുവരി 27 ലക്ഷ്മി ദേവി നിങ്ങളിലേക്ക് ഉണർന്ന് എഴുന്നേൽക്കുകയാണ്. അതായത് നിങ്ങളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഭാഗ്യാനുഭവങ്ങളെ ഒന്ന് പൊടി തട്ടിയെടുത്ത് ലക്ഷ്മി ഭഗവതി അമ്മ മഹാമായ പരാശക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫെബ്രുവരി 27 അനുഗ്രഹമായി വരികയാണ്. കുടുംബത്തിൽ സ്നേഹം, ഐക്യം, സമാധാനം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളാൽ തന്നെ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ചില പ്രശ്നങ്ങളിൽ ചെന്നുപെട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ നിങ്ങൾ തന്നെ ഇല്ലാതാക്കിയ ഒരവസ്ഥ. അതായത് എന്തെങ്കിലും ജോലിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടുകെട്ടുകളിലേക്ക് പോയി അത് പല പ്രശ്നങ്ങളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അത് കുടുംബത്തിലൊരു ഭിന്നതയ്ക്ക് കാരണമായി. അപ്പോൾ ആ കാരണമായ നിങ്ങൾ തന്നെ ആ കാരണങ്ങളെ മാറ്റി സന്തോഷത്തോടു കൂടി ഇനിയൊരു ജീവിതം നയിക്കാൻ, അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള വകകൾ നിങ്ങളാൽ ഉണ്ടാക്കിയെടുക്കുവാനും ഫെബ്രുവരി 27 സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ നല്ല സമയത്തിലേക്കാണ് എത്താൻ പോകുന്നത്. ഫെബ്രുവരി 27 ജീവിതത്തിൽ മാറ്റം വരാൻ പോവുകയാണ്. ലക്ഷ്മി നാരായണ യോഗമാണ് രൂപം കൊള്ളുന്നത്.